ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. തിരുവാതിര വ്രതത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 2025 ജാനുവരി 12-ാം തീയതിയാണ് തിരുവാതിര ആരംഭിക്കുന്നത്. ജാനുവരി 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:26 തിരുവാതിര നക്ഷത്രം ആരംഭിക്കാനായിട്ട് തുടങ്ങും. തിരുവാതിര അവസാനിക്കുന്നത് ജാനുവരി 13-ാം തീയതി തിങ്കളാഴ്ച 10:39 രാവിലെ 10:39. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വ്രതം തുടങ്ങുന്നത് 12-ാം തീയതി രാവിലെ 11:26 മുതലാണ്. അവസാനിക്കുന്നത് 13-ാം തീയതി രാവിലെ 10:39. അങ്ങനെയാണെങ്കിൽ മകയിരം എപ്പോഴാണ് തുടങ്ങുന്നത്? ജാനുവരി 11 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:26 മുതലാണ് മകയിരം തുടങ്ങുന്നത്. അവസാനിക്കുന്നത് 11:26. അതായത് ജാനുവരി 12-ാം തീയതി 11:26. മകയിരം വ്രതമായി എടുക്കാറുണ്ട് എല്ലാവരും. കുട്ടികളുടെ ഐശ്വര്യത്തിന് അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ആദ്യമായി തന്നെ ഒരു കാര്യം പറയട്ടെ. തിരുവാതിര വ്രതമായാലും മകയിരം വ്രതമായാലും എല്ലാം ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. ഓരോ ദേശത്തിനും ആചരിക്കുന്നതിൻ്റെ രീതിക്കും ചിട്ടവട്ടങ്ങൾക്കുമെല്ലാം തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ നിങ്ങൾ എടുത്തു ശീലിച്ചിരിക്കുന്നത് അത് തുടർന്നു പോവുക. അതാണ് ആദ്യമായി പറയാനുള്ളത്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, തിരുവാതിര വ്രതം തുടങ്ങുന്നത് ജാനുവരി 12-ാം തീയതി രാവിലെ 11:26 അങ്ങനെയാണെങ്കിൽ 11:26 മുമ്പ്, അതായത് ജാനുവരി 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:26 മുമ്പ് നിങ്ങൾക്ക് ചോറുണ്ണാം. അതിനുശേഷം നിങ്ങളുടെ നാട്ടിൽ എന്താണോ അനുശാസിക്കുന്നത്, നിങ്ങൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന എന്താണോ ആ രീതിയിലുള്ള ഭക്ഷണക്രമത്തിലേക്ക് കടക്കാം. ഉപവസിക്കുന്നവർക്ക് ഉപവസിക്കാം. പാലും പഴവും കഴിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. അതല്ല, ഗോതമ്പ് കഞ്ഞിയും എട്ടങ്ങാടിയും തിരുവാതിര പുഴുക്കുമൊക്കെ കഴിക്കുന്ന ആളുകൾ കാണും. അതെങ്ങനെയാണോ നിങ്ങൾ ശീലിച്ചിരിക്കുന്നത്, നിങ്ങളുടെ മുൻ തലമുറകൾ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. പക്ഷേ തിരുവാതിര വ്രതം തുടങ്ങുന്നത് 12-ാം തീയതി രാവിലെ 11:26 മുതലാണ്. അക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറുണ്ണാം. ഇനി മകയിരം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ ഒരിക്കലുണ്ണും, മറ്റു ചിലർ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. ചിലർ അന്നും പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിരിക്കും. എങ്ങനെയാണോ നമ്മളുടെ ഇഷ്ടം അതനുസരിച്ചിട്ട് ചെയ്യുക. പക്ഷെ 3 നേരവും അരിഭക്ഷണം ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുക. മകയിരം വ്രതം നമ്മൾ അവസാനിപ്പിക്കേണ്ട. അതിനുശേഷം അതിങ്ങനെ തുടർന്നു പോവുക. തിരുവാതിരയും കൂടെ ആ കൂട്ടത്തിൽ കണ്ടിന്യൂ ചെയ്യുക. അതായത് മകയിരം വ്രതമായി എടുക്കുന്നെങ്കിൽ പോലും ആ വ്രതം നമ്മൾ രാവിലെ തീർത്ഥം കുടിച്ച് അവസാനിപ്പിക്കണം അങ്ങനെയൊന്നുമില്ല. രാവിലെ ക്ഷേത്ര ദർശനം നടത്താം. നമുക്ക് തിരുവാതിര ദിവസം പ്രാർത്ഥിക്കാം. അപ്പോൾ തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കണം അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. തീർത്ഥം നിങ്ങൾക്ക് സേവിക്കാം, അതിൽ ദോഷമൊന്നുമില്ല. പക്ഷെ മകയിരം വ്രതം എന്നും പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ 12-ാം തീയതി ഉച്ചയ്ക്ക് 11:26 മുതൽ തിരുവാതിര വ്രതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് തിരുവാതിര വ്രതത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അതല്ലാതെ രാവിലെ മുതലല്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തിരുവാതിര വ്രതം അവസാനിക്കുന്നത് തിങ്കളാഴ്ച ദിവസം, അതായത് 13-ാം തീയതി 10:39 ശേഷമാണ്. 13-ാം തീയതി രാവിലെ 10:39 ശേഷം നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച്
തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്തി ഈ 10:39 ശേഷം തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലാതെ രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിച്ചാൽ തിരുവാതിര വ്രതം പൂർത്തിയാകുന്നില്ല. കാരണം തിരുവാതിര വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുവാതിര നക്ഷത്രം തുടങ്ങുമ്പോൾ മുതൽ തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് വരെ വ്രതം എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ഏകാദശിയും പ്രദോഷവും ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ 11-ാം തീയതി ശനിയാഴ്ച പ്രദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് അതും വളരെയധികം ഉത്തമമാണ്. ആ ദിവസം എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ വ്രതത്തിലായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു നിഷ്ഠ അതിനാവശ്യമില്ല. തിരുവാതിര ദിവസം എങ്ങനെയാണോ നമ്മൾ ശീലിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ വ്രതത്തെ കൊണ്ടുപോവുക. ഉപവസിക്കുന്നവർക്ക് ഉപവസിക്കാം. അതല്ല, ഓരോരുത്തരുടെയും സ്ഥലങ്ങളിൽ എങ്ങനെയാണോ ശീലിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഉറങ്ങാതിരിക്കേണ്ടത് എപ്പോഴാണ്? 12-ാം തീയതി രാത്രിയിലാണ് ഉറങ്ങാതിരിക്കേണ്ടത്. ഉറങ്ങാതിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സാധിക്കുമെങ്കിൽ തിരുവാതിര വ്രതമുള്ള ക്ഷേത്രങ്ങളിൽ ഇരുന്ന് നാമം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. കാരണം ആ സമയം എല്ലാവരും കൂടി ഇരുന്ന് നാമം ജപിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെ സാധിക്കുന്നവരെല്ലാവരും തന്നെ അതേ രീതിയിൽ എടുക്കുക. അഥവാ വീട്ടിലിരുന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യാതൊരു കാരണവശാലും മൊബൈലോ അതല്ലെങ്കിൽ TV ഒക്കെ വെച്ച് അതിനകത്ത് സിനിമയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടുകൊണ്ടിരിക്കരുത്. അഥവാ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ. അതായത് ഭഗവാന്റെ പ്രാർത്ഥനകളൊക്കെ കേൾക്കാം, കഥകൾ കേൾക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതുപോലുള്ള TVയോ അല്ലെങ്കിൽ മൊബൈലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊണ്ടുപോകരുത്. ശിവസഹസ്രനാമം ജപിക്കാം. പിന്നെ ഉറങ്ങാതിരിക്കുന്ന അത്രയും സമയം, അതായത് നമ്മൾ തിരുവാതിര വ്രതം എടുക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ തിരുവാതിര നക്ഷത്രം തുടങ്ങുമ്പോൾ മുതൽ ഒരു നിലവിളക്ക് തെളിയിച്ചു വെക്കുന്നത് വളരെ ഉത്തമമാണ്. തിരുവാതിര നക്ഷത്രം അവസാനിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം ആ വിളക്ക് നമുക്ക് അണയ്ക്കാം. അപ്പോൾ രാത്രി മുഴുവനും പകൽ മുഴുവനും ആ വിളക്ക് ഇങ്ങനെ തെളിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴും വിളക്കിന് കരിന്തിരി കത്തുന്നുണ്ടോ, എണ്ണയുണ്ടോ, ഇങ്ങനെയുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാകും. അത് കൂടുതൽ ദൈവികമായ ചിന്തയിലേക്ക് നമ്മളെ നയിക്കും. ഇനി മറ്റൊരു കാര്യം പ്രധാനമായും പറയാനുള്ളത്, ഇവിടെ ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പുതിയ നോട്ട് ബുക്ക് മേടിക്കും. എന്നിട്ട് അതിൽ 1 മുതൽ 108 വരെ നമ്പർ ഇടും. എന്നിട്ട് ഓം ഹ്രീം നമഃശിവായ എന്ന് എഴുതും. ആദ്യം മാർജിനിൽ 1, 2, 3 അങ്ങനെ 108 വരെ നമ്പർ ഇട്ട് വെക്കും. അതിനുശേഷം എഴുതും, പറഞ്ഞുകൊണ്ട് എഴുതും. അങ്ങനെ എത്ര തവണ എഴുതാൻ പറ്റുമോ അത്രയും തവണ രാത്രിയിലിരുന്ന് എഴുതും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. അത് വളരെ ഉത്തമമാണ്. കാരണം അത്രത്തോളം സമയം നമ്മൾ എഴുതുകയും ജപിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. ഞങ്ങൾക്കിവിടെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമുണ്ട്. അവിടെ ഇങ്ങനെ പേപ്പറും പേനയും കൊടുക്കും ഇരുന്ന് എഴുതാനായിട്ട്, ക്ഷേത്രത്തിൽ നിന്ന് തന്നെ. അത് മേടിച്ച് വെച്ച് അവിടെ ഇങ്ങനെ ഭക്തജനങ്ങൾ ഇരുന്ന് രാത്രി മുഴുവൻ എഴുതിക്കൊണ്ടേയിരിക്കും. അതുപോലെ ക്ഷേത്രത്തിൽ എപ്പോഴും പൂജകൾ നടന്നുകൊണ്ടേയിരിക്കും. ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങണമെന്ന് ചിന്തിക്കുന്നവർക്ക് പോലും ഉറങ്ങാൻ പറ്റില്ല. അത്രത്തോളം വിശേഷമാണ് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ. വന്നിട്ടില്ലാത്ത എല്ലാവരും തന്നെ അവിടെ ഒന്ന് വരണം. തിരുവാതിര ദിവസം ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ളവരൊക്കെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ വന്ന് ആ തിരുവാതിര മഹോത്സവം ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ടതാണ്. അതല്ല മറ്റു ജില്ലകളിൽ ഉള്ള ആളുകളാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രവും കൂടി ഒന്ന് സന്ദർശിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ ഇതൊക്കെയാണ് തിരുവാതിര വ്രതത്തെപ്പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടും നമ്മൾ ശീലിച്ചതനുസരിച്ചിട്ടും
വ്രതമെടുത്ത് മുമ്പോട്ട് പോവുക. ആ സമയം നമുക്ക് ശിവപുരാണത്തിലെ കഥകളൊക്കെ പറയാം തിരുവാതിര ദിവസങ്ങളിൽ. അതായത് മകേരം, രോഹിണി, തിരുവാതിര ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ശിവപുരാണത്തിലെ കഥകൾ പറയാം. പ്രദോഷം മുതൽ നമുക്കങ്ങനെ പറയാം. ശിവപാർവതി വിവാഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയം നമുക്ക് കഥ പറയാം. നിങ്ങൾ ആ കഥകളൊക്കെ കേൾക്കണം ആ സമയം. ഇനി പ്രായമായിരിക്കുന്ന ആളുകൾ, ഗർഭിണികളായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ചിലപ്പോൾ ഉറക്കം വരും. പരമാവധി സമയം ഒരു 12 മണി വരെയെങ്കിലും ഒന്ന് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇരിക്കുക. അതിനുശേഷം ഭഗവാനോട് പറഞ്ഞ് നാമം ജപിച്ചിട്ട് ഒന്ന് ഉറങ്ങിക്കോളൂ. അതല്ലാതെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണ്ടേ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 13-ാം തീയതി നമ്മുടെ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം, അതായത് 13-ാം തീയതി രാവിലെ 10:39 അതിനുശേഷം നമ്മുടെ വ്രതം അവസാനിപ്പിക്കും. അതിനുശേഷവും ആ പകൽ ദിവസം നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. അക്കാര്യം കൂടി ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതായത് 10:39 ശേഷം നമ്മൾ വ്രതം അവസാനിപ്പിച്ചു, രാത്രി ഉറങ്ങിയില്ല, അതുകൊണ്ട് ഒന്ന് പോയി കിടന്നുറങ്ങാം എന്ന് ചിന്തിക്കരുത്. അങ്ങനെയല്ല പറയുന്നത്. 13-ാം തീയതിയിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ എല്ലാത്തിനും നമുക്ക് എക്സംഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ ശാരീരികാവസ്ഥ, മറ്റസുഖങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇതിനെയൊക്കെ സ്വാധീനിക്കും. ആരോഗ്യം അനുവദിക്കുന്നവർ ഈ രീതിയിലൊക്കെ ചെയ്യുക. അതല്ലാത്തവർ പ്രാർത്ഥിക്കുക, നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും മുഖ്യം. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.